എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെയേറെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതി പഠിക്കാം. നാട്ടരാഗത്തിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സ്വാമിനാഥ പരിപാലയാശുമാം. ആദ്യ താളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കമ്പോസർ മുത്തുസ്വാമി ദീക്ഷിതരാണ്. കേട്ട് പരിചിതമായ സംഗതികളിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഇതിനുണ്ടാവും. നാട്ടരാഗം 36ാമത്തെ മേളകർത്ത രാഗമായ ചലനാട്ടയുടെ ജന്യരാഗമാണ്. നാട്ടയും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു രാഗമാണ്. ഒരുപാട് മ്യൂസിക്കൽ ഫോംസ്, കൃതി, കീർത്തനങ്ങൾ, മറ്റുള്ള സോങ്സ് നമുക്ക് നാട്ടയിൽ കാണാൻ സാധിക്കും. ഫിലിം സോങ്സ്, അതുകൂടാതെ ഡിവോഷണൽ, അങ്ങനെ ഒത്തിരി വളരെയേറെ പോപ്പുലറായിട്ടുള്ള ഒരു രാഗമാണ് നാട്ട. നമുക്ക് നാട്ടയുടെ ആരോഹണാവരോഹണം ഒന്ന് പാടി നോക്കാം. സരി ഗമ പദനി സ സാനി പമരി സ. നാട്ട ധൈവതം ഇല്ലാതെയും പാടാറുണ്ട്. ഇതിൻ്റെ ചിട്ടസ്വരത്തിൽ ധൈവതം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈവതം ചേർത്ത് പാടിയത്. ധൈവതം ഇല്ലാതെ സരി ഗമ പനി സ സാനി പമരി എന്ന് പാടാം. അതുകൂടാതെ അവരോഹണം മറ്റൊരു രീതിയിലും കൂടെ പാടുന്നുണ്ട്. സാനി പമഗമരി സ. നമ്മുടെ പഞ്ചരത്നങ്ങളായ നാട്ട, ഗൗള, ആരഭ്യ, വരാളി, ശ്രീ, അതിനകത്തുള്ള ആദ്യത്തേതിലെ നാട്ടയില് ജഗദാനന്ദ കാരക, അതിനകത്ത് ധൈവതം നമുക്ക് കാണാൻ സാധിക്കില്ല. പാനി പാനി പമ 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 ഗമ ഗമരി സനി സഗമ പ പാനി പ സരി രി സമാരി സരി പമ ഗമ പ സരി പ പാനി പമരി സരി ഗമ. അതുപോലെ തന്നെ അതിനകത്തുള്ള എല്ലാ ചിട്ടസ്വരങ്ങളിലും അതിനകത്ത് ധൈവതമേ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം ധൈവതം ഇല്ലാതെയും ധൈവതം ചേർത്തും ഇതിൻ്റെ ആരോഹണം പാടാറുണ്ട്. നമുക്കിതിന് പല്ലവിയിലേക്ക് നോക്കാം. പല്ലവിയുടെ സാഹിത്യം വരുന്നത് സ്വാമിനാഥ പരിപാലയാശുമാം സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ ദേവസേനീശ. ഇതിനകത്ത് മുത്തുസ്വാമി ദീക്ഷിതരുടെ മുദ്രയായ ഗുരുഗുഹ പല്ലവിയിൽ തന്നെ വരുന്നുണ്ട്. വല്ലീശ ഗുരുഗുഹ ദേവസേനേശ. അപ്പം നമുക്ക് ഇതിൻ്റെ നൊട്ടേഷൻ ഒന്ന് നോക്കാം. സ്വാമിനാഥ പരിപാലയാശുമാം സ്വാമിനാഥ പരിപാലയാശുമാം സ്വാമിനാഥ സ സ സ്വാമിനാഥ സ സ രി ഗമ സ്വാമിനാഥ രി ഗമ പരിപാല പമ പമ പരിപാലയ മഗ മഗ യാശു മമ മമ ശു മാം റിസാസ. സ്വാമിനാഥ പരിപാലയാശുമാം സ്വാമിനാഥ പരിപാലയാശുമാം. അത് ഒന്നാമത്തെ സംഗതി. അടുത്ത സംഗതി നോക്കാം. സ്വാമിനാഥ പരിപാലയാശുമാം സ്വാമി സാരി സനി സാരി സനി. രണ്ടാമത്തെ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നത് സ്വാമിനാഥ സാരി സനി സ്വാമിനാഥ പരിപാല പരി പസനി പരിപാലയാശുമാം. ബാക്കി അതേപോലെ തന്നെ വരും. സ്വാമിനാഥ പരിപാലയാശുമാം സ്വാമിനാഥ പരിപാലയാശുമാം സ്വാമിനാഥ പരിപാലയാശുമാം. അടുത്തത് വരുന്നത് സ്വാമിനാഥ പരിപാല. ഇത് പരി വരെ അതേപോലത്തെ രണ്ടാമത്തെ പോലെ തന്നെ വരും. സ്വാമിനാഥ പരിപാലയാശുമാം
പവമഗ യാശുമ സ്വാമിനാഥ പരിപാലയ ശുമ സ്വാമിനാഥ പരിപാലയ ശുമ സ്വാമിനാഥ പരിപാലയ ശുമ. അടുത്തത് മൂന്നാമത്തെ സംഗതിയാണ് ഇപ്പോൾ നമ്മൾ പാടിയത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരിയിലേക്ക് പോകും. സ്വപ്രകാശ സ്വപ്രകാശ സാ സ സ നി വ നി സ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ വല്ലീ ഗമപ വല്ലീശ ഗുരുഗുഹ ഗമപാരി സരി പമ വല്ലീശ ഗുരുഗുഹ ദേവസേനേശ ദേവസേനേശ ഗമപ മഗ ദേവസേനേശ സ്വാമിനാഥ പരിപാലയ ശുമ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ ദേവസേനേശ സ്വാമിനാഥ പരിപാലയ ശുമ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ ദേവസേനേശ. അത് മൂന്നാമത്തെ സംഗതി. അടുത്തത് വരുന്നത് സ്വാമിനാഥ പരിപാല. അവിടെയാണ് വ്യത്യാസം വരുന്നത്. സ്വാമിനാഥ പരിപാലയ ശുമ സ്വപ്രകാശ സ്വാമിനാഥ പരിപാല പാസനി. അത് മൂന്നാമത്തെ പോലെ തന്നെയാണ് വരുന്നത്. പരിപാല പാനിധാരി സനി പാനിധാരി സ നി പ പാനിധാരി സ നി പ പാല സ്വാമിനാഥ പരിപാലയ ശുമ. അത് മൂന്നാമത്തെ പോലെ തന്നെ വരും. യാശുമ മഗ പമനി പവമഗ മഗ പമനി പവമഗ യാശുമ സ്വാമിനാഥ പരിപാലയ ശുമ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ. അവിടെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ആദ്യത്തേത് വല്ലീശ ഗുരുഗുഹ വല്ലീശ ഗുരുഗുഹ ഗമപാരി സരി പമ. ഇത് വല്ലീശ ഗുരുഗുഹ ഗമപാരി വരി സരി പമ വല്ലീശ ഗുരുഗുഹ ഗമപാരി വരി സരി പമ വല്ലീശ ഗുരുഗുഹ ദേവസേനേശ. അവിടെയും വ്യത്യാസം വരുന്നുണ്ട്. വല്ലീശ ഗുരുഗുഹ ദേവസേനേശ ഗമപ സരി പവമ എന്ന് വരും. ആദ്യത്തേത് ദേവസേനേശ ആയിരുന്നു. ദേവസേനേശ എന്ന് വരും. വല്ലീശ ഗുരുഗുഹ ദേവസേനേശ സ്വാമിനാഥ പരിപാലയ ശുമ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ ദേവസേനേശ സ്വാമിനാഥ പരിപാലയ ശുമ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹ ദേവസേനേശ സ്വാമിനാഥ പരിപാലയ ശുമ. ഇതാണ് പല്ലവി വരുന്നത്. പല്ലവിയുടെ ഫസ്റ്റ് ലൈന് 4 സംഗതിയും സെക്കൻഡ് ലൈന് 2 സംഗതി. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കാം. സ്വാമിനാഥ പരിപാലയ ശുമാം സ്വാമിനാഥ പരിപാലയ ശുമാം. ഒന്നാമത്തെ അടുത്ത സംഗതി
സ്വാമിനാഥ പരിപാലയ ശുമാം സ്വാമിനാഥ പരിപാലയ ശുമാം. അടുത്ത മൂന്നാമത്തെ സംഗതി വരുന്നത് സ്വാമിനാഥ പരിപാലയ ശുമാം സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവസേനേശ 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 സ്വാമിനാഥ പരിപാലയ ശുമാം. ഇത്രയുമാണ് ഇതിൻ്റെ പല്ലവിയുടെ നൊട്ടേഷൻ വരുന്നത്. ഇതിൻ്റെ നൊട്ടേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നോക്കാം. താങ്ക് യു.